പൂർവികരായ ആളുകളുടെ പരിമിതമായ സൗകര്യങ്ങൾ നമ്മൾ മറക്കരുത്, എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണം. അവര് പതുങ്ങിയ പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിച്ച് ഒരുപാട് കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ധന്യമാക്കി. നമ്മൾ അവരെക്കാളും വലിയ സൗകര്യങ്ങളുള്ളവരാണ്, പക്ഷേ അവരുടെ അമലുകളോട് നമ്മൾ എത്തിയിട്ടില്ല. വിളക്ക് കത്തിച്ചു വെച്ച് ഖുർആൻ ഖത്മ് തീർത്തവരെ പോലെ ഇന്ന് സുന്ദരമായ ലൈറ്റുകൾ കത്തുന്ന വീട്ടിൽ ഖത്മ് തീരുന്നില്ല. ഓലമേഞ്ഞ വീടുകളിൽ നിസ്കരിച്ചിരുന്ന തഹജ്ജുദിന്റെ റക്അത്ത് പോലെ സൗകര്യ സമാനമായ വീട്ടിൽ, സൗകര്യങ്ങൾ സ്വർഗ സമാനമായ വീട്ടിൽ നിസ്കാരങ്ങൾ കുറഞ്ഞുപോയി. ഓടുകൊണ്ട് മേഞ്ഞ വീട്ടിൽ ഭക്ഷണം നൽകിയിരുന്നത് പോലെ, മൗലിദ് ഓതിയിരുന്നത് പോലെ, റാത്തീബ് ചൊല്ലിയിരുന്നത് പോലെ, ഒരുപാട് ഉറൂസുകൾ നടത്തിയിരുന്നത് പോലെ സൗകര്യങ്ങളുള്ള വീട്ടിൽ ഉറൂസുകൾ നടക്കുന്നില്ല, കുറഞ്ഞുപോയി. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, വളരെ കൃത്യമല്ലേ? അപ്പൊ അവർ സൗകര്യങ്ങൾ കുറഞ്ഞിട്ട് സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചവരാണ്. സൗകര്യങ്ങൾ കൂടിക്കൂടി വന്ന നമുക്ക് അമലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് രാവിലെ ഒരു ജുസ് ഓരോരുത്തരും ഓതിയിരുന്നെങ്കിൽ ഇന്ന് ആ വിളക്ക് കത്തിച്ച് ചെറിയ വെളിച്ചമോ അതിന്റെ പുക മൂക്കിലേക്കും കണ്ണിലേക്കുമായിട്ടുള്ള ഉപദ്രവങ്ങളോ ഒന്നുമില്ലാതെ നല്ല സൗകര്യങ്ങൾ അല്ലാഹു തആല തന്നിട്ട്, നല്ല തണുപ്പിക്കാനുള്ള മാർഗങ്ങളും ഇരിക്കാനുള്ള നല്ല കുഷ്യൻ സീറ്റുകളും തന്നിട്ട് പുറം വേദനിക്കുന്നില്ല, അതുപോലെ ഊരവേദനിക്കുന്നില്ല, മുതുക് വേദനിക്കുന്നില്ല, എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും തന്നിട്ട് ഓത്ത് എണ്ണം കുറഞ്ഞുപോയി. സൗകര്യങ്ങൾ കുറഞ്ഞ സമയത്ത് ഇഷ്ടം പോലെ അവർ ചെയ്തു പോയി. അവരുടെ സ്വബറാണത്, നമ്മുടെ സ്വബറിന്റെ കുറവാണിത്.